ഖത്തറിലെ പ്രമുഖ കോൺട്രാക്ടിംഗ് കമ്പനിയായ അൽ കിൻഡി ട്രേഡിംഗിനും സഹോദര സ്ഥാപനമായ ലിങ്ക് ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗിനും അന്താരാഷ്ട്ര ഗുണനിലവാരത്തിനുള്ള ISO 9001:2008 സർട്ടിഫിക്കറ്റ് ലഭിച്ചു. 1986 പ്രവർത്തനം തുടങ്ങിയ കമ്പനി നിർമ്മാണ സാമഗ്രികളുടെ വിതരണമാണ് മുഖ്യമായും നടത്തുന്നത്. സീമെൻസ്, KSS, ആക്സിസ് എന്നീ പ്രമുഖ ബ്രാൻഡുകളുടെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഉൽപ്പന്നങ്ങളുടെയും ഖത്തറിലെ വിതരണക്കാരാണ് അൽ കിൻഡി ട്രേഡിംഗ്. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചത് കമ്പനിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ കമ്പനി അധികൃതർ പറഞ്ഞു. ഡയറക്ടർമാരായ അബ്ദുൽ സലാം, അബ്ദുൽ സമദ്, അഡ്വൈസർ എഞ്ചിനീയർ CK രമേശൻ, ഷോറൂം മാനേജർ റഫീഖ്, അഡ്മിനിസ്ട്രേഷൻ ഇൻചാർജ് മുഹമ്മദ് റാഫിഖ് എന്നിവർ സംബന്ധിച്ചു. ചോക്ലേറ്റ് വിതരണ രംഗത്തെ പ്രമുഖരായ സ്വീറ്റ് ഡ്രോപ്പിന്റെ ആദ്യ ചെറുകിട ഔട്ട്ലെറ്റ് ബർവ വില്ലേജിൽ പ്രവർത്തനം തുടങ്ങി. ചോക്ലേറ്റുകൾ, കാൻഡീസ്, നട്ട്സ്, ചിപ്സ് തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ മിതമായ നിരക്കിലാണ് കമ്പനി വിതരണം ചെയ്യുന്നതെന്ന് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഉനൈസ് മാലോൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഖത്തറിൽ ചോക്ലേറ്റ് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും ഇന്റർനെറ്റ് വഴിയുള്ള ചോക്ലേറ്റ് വിൽപ്പനയ്ക്ക് ഉടൻ തുടക്കമിടുമെന്നും അദ്ദേഹം അറിയിച്ചു. ഡയറക്ടർ PA തലായ്, ബഷീർ അഹമ്മദ്, PC റഷീദ്, മാർക്കറ്റിംഗ് മാനേജർ ജാഫർ കരുളായ്, റഫീഖ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രവാസി ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഓപ്പൺ ഫോറം 25-ന് ഇന്ത്യൻ എംബസിയിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 5 വരെയാണ് പരാതികളുടെ സ്ക്രീനിംഗ് നടക്കുക. 5 മണി മുതൽ 6 വരെ പരാതിക്കാർക്ക് എംബസി ഉദ്യോഗസ്ഥരോട് നേരിട്ട് സംസാരിക്കാൻ അവസരമുണ്ടാക്കും. KMCC കൂത്തുപറമ്പ് മുനിസിപ്പൽ കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് പ്രദേശത്തെ നിർധനരായ 15 പേർക്ക് സംഘടന വീൽചെയർ നൽകാൻ തീരുമാനിച്ചു. വീൽചെയർ വിതരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ദോഹ മുഗൾ എംപയർ ഹോട്ടലിൽ KP മോഹനൻ MLA നിർവഹിച്ചു. KMCC ജനറൽ സെക്രട്ടറി AP അബ്ദുറഹ്മാൻ, അബ്ദുൽ നാസർ നാച്ചി, അടിയോട്ടിൽ അഹമ്മദ്, K മുഹമ്മദ് ഈസ തുടങ്ങിയവർ സംസാരിച്ചു. മല്ലർവാടി വിജ്ഞാനോത്സവത്തിന്റെ പ്രാഥമിക മത്സരങ്ങൾ ഈ മാസം 25-ന് നടക്കും. 5 വയസ്സിനും 13 വയസ്സിനും താഴെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അപേക്ഷകൾ malarwadiqatar@gmail.com എന്ന വിലാസത്തിൽ അയക്കാം. മലബാർ ഗോൾഡിന്റെ ഖത്തറിലെ ആദ്യ ഷോറൂം കരാഫയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഷെയ്ഖ് താനി അബ്ദുള്ള അഹമ്മദ് അൽ താനി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ 33-ഉം GCCയിൽ 16-ഉം ഷോറൂമുകളുള്ള മലബാർ ഗോൾഡിന്റെ 50ാമത് ശാഖയാണ് ഖത്തറിലേത്. NKM ഗ്രൂപ്പ് MD മുസ്തഫ സാഹിബിന് ആഭരണം നൽകി ലുലു ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് അൽതാഫ് ആദ്യ വിൽപ്പനോദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ MP അഹമ്മദ്, MD ഷംലാൽ അഹമ്മദ്, അൽ മുസ്തഫ ഗ്രൂപ്പ് MD AK ഉസ്മാൻ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. CBSEയുടെ പുതിയ CCE മെത്തേഡിനെ കുറിച്ച് ഭവൻസ് പബ്ലിക് സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ മനുലാൽ സംസാരിച്ചു. ക്വാളിറ്റി ഹൈപ്പർ മാർക്കറ്റിൽ ഭക്ഷ്യമേള ആരംഭിച്ചു. വരെ നീണ്ടു നിൽക്കുന്ന മേളയോടനുബന്ധിച്ച് കുക്കിംഗ് മത്സരം, തീറ്റ മത്സരം, ഡെസേർട്ട് മേക്കിംഗ് മത്സരം, സാലഡ് ആൻഡ് കാർവിംഗ് മത്സരം തുടങ്ങി ഒട്ടേറെ പരിപാടികൾ നടക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നടത്തിയ തീറ്റ മത്സരം ഏറെ ആകർഷകമായി. പൂനൂർ ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ ഖത്തർ ചാപ്റ്റർ രൂപീകരിച്ചു. ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ചാപ്റ്ററിന്റെ രൂപീകരണം. പരിപാടിയിൽ ഫൗണ്ടേഷൻ രക്ഷാധികാരി മുഹമ്മദ് ഈസ, ട്രഷറർ അബ്ദുൽ മജീദ്, സംസ്കൃതി പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ആറളയിൽ, KMCC ജനറൽ സെക്രട്ടറി AP അബ്ദുറഹ്മാൻ, ഇന്ത്യൻ മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി EP ബിജോയ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തിരി പോന്ന തൻ്റെ താമസസ്ഥലം ഹരിതസ്വർഗമാക്കി മാറ്റുകയാണ് കോഴിക്കോട് സ്വദേശി വിജയകുമാർ. ദോഹയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വിജയകുമാറിൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ തക്കാളിയും പയറും മത്തനുമെല്ലാം ഉണ്ടെങ്കിലും താരശോഭ വാഴയ്ക്കാണ്. മുത്തു ICRC തയ്യാറാക്കിയ റിപ്പോർട്ട് ന്യൂസ് ഫോക്കസിൽ. നട്ടു നനക്കാനുള്ള താല്പര്യവും വിളയുടെ മഹാത്മ്യവും മലയാളിക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ. വീടിനു ചുറ്റും ശേഷിക്കുന്ന മുറ്റം ഇൻ്റർലോക്ക് ചെയ്തും കല്ല് പതിപ്പിച്ചും മോടി പിടിപ്പിക്കുമ്പോൾ വേലിപ്പടർപ്പിനരികിലെ ഔഷധ ഗുണമുള്ള കുഞ്ഞു ചെടിത്തലപ്പുകളും നമുക്ക് നഷ്ടമായി. ഇവിടെ ഖത്തറിൻ്റെ ഊഷരഭൂമിയിൽ തൊഴിൽ തേടിയെത്തിയ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് കുറുവങ്ങാട് സ്വദേശി വിജയകുമാറിൻ്റെ കൊച്ചു വീട്ടുമുറ്റം
മലയാണ്മയുടെ നാഗരിക ചിന്തകൾക്ക് വിപരീതമാണ്. കേവലം 5x6 മീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഇദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തിൻ്റെ മുറ്റം അതിശയത്തിൻ്റെ കൊച്ചുതോട്ടമാണ്. വാഴയും പപ്പായയും നാരകവും തുവരയും മത്തനും കയ്പയും തക്കാളിയും മുരിങ്ങയുമെല്ലാമായി ഒരു കൊച്ചുതോട്ടം. കൃഷ്ണതുളസി, രാമതുളസി എന്നീ തുളസിയുടെ വകഭേദങ്ങൾ പലത്. നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ നിന്നും വേലിപ്പടർപ്പിനരികിൽ നിന്നും എന്നോ നാം പിഴുതെറിഞ്ഞ പനിക്കൂർക്കയില എന്ന മഹത്തായ ഔഷധച്ചെടി ഇവിടെ കാട് പിടിച്ചു കിടക്കുന്നു. ഒപ്പം നിറഭേദങ്ങളിൽ പരിലസിക്കുന്ന വ്യത്യസ്ത റോസാപുഷ്പങ്ങളും. അപ്രകാരം മുളയ്ക്കാനും കായ്ക്കാനും ഏറെ മടി കാണിക്കുന്ന കാന്താരി മുളകും ഇവിടെ സമൃദ്ധം. എന്നാൽ ഇതിലേറെ വിശേഷമുള്ള ഒരു അതിശയ കാഴ്ചയാണ് ഒരു വാഴക്കന്നിൽ നിന്നും മുളച്ചു വലുതാകുന്ന 21-ലധികം വാഴകൾ. ഒരു വർഷം മുമ്പ് തൻ്റെ സുഹൃത്ത് നൽകിയ വാഴക്കന്ന് മുറ്റത്ത് നടുമ്പോൾ ഇങ്ങനെയൊരു കൗതുകം മുളച്ചു പൊങ്ങുമെന്ന് കുമാറും പ്രതീക്ഷിച്ചിരിക്കില്ല. ഒരേ വലിപ്പവും സാമ്യവുമുള്ള 21 വാഴത്തൈകളും നന്നായി വളർന്നു വരുന്നുണ്ട്. ശേഷിപ്പ് പോലെ പുത്തൻ തലമുറക്കാർ വേറെയും മുള പൊട്ടി വരുന്നുണ്ട്. അച്ഛൻ്റെ ഒരു സുഹൃത്ത് വാഴക്കന്ന് തന്ന് അമ്മയുണ്ടാകുമ്പം ഞങ്ങൾ ചെടിയെല്ലാം നനയ്ക്കാറുണ്ട്. അമ്മ ഇപ്പോൾ നാട്ടിലാണ്, ചേച്ചി നാട്ടിലാണ്. സമൃദ്ധമായി കായ്ക്കുന്ന തുവരയും പപ്പായയും മുരിങ്ങയും അതിഥികളായി എത്തുന്നവർ യഥേഷ്ടം കൊണ്ടുപോകുന്നുണ്ട്. മാറിവരുന്ന കാലാവസ്ഥയിൽ വിളകൾക്ക് കുറവുണ്ടെങ്കിലും വീട്ടുകാരിയുടെ അഭാവത്തിൽ കുടുംബനാഥൻ്റെയും മകൻ്റെയും പരിചരണം ഇവയ്ക്ക് വേണ്ട പോലെ കിട്ടുന്നു. ഉടച്ചുവാർക്കുന്ന പുത്തൻ കെട്ടിടങ്ങളുടെ ഫ്ലാറ്റുകളിൽ പരിമിതിയിൽ കഴിയുമ്പോഴും ഹരിതാഭയുടെ പ്രകാശം മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ടെന്നതിന് ഇതൊരു ഉദാഹരണവും ആശ്വാസവുമാകുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രണ്ടാമത് ഖത്തർ മറൈൻ ഫെസ്റ്റിന് പ്രൗഢോജ്വല തുടക്കം. ഖഥാറ സാംസ്കാരിക വില്ലേജിലേക്ക് ജനപ്രവാഹം. പാരമ്പര്യ ഗ്രാമവും മറൈൻ ലൈബ്രറിയും ശ്രദ്ധേയം. 27ാമത് ട്രാഫിക് വാരാഘോഷം ഖത്തറിൽ തുടങ്ങി. നിലവാരമില്ലാത്ത ടയറുകൾ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നതായി റോഡ് സുരക്ഷാ സമിതി സെക്രട്ടറി. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ട്രാഫിക് മന്ത്രാലയവും ക്വാളിറ്റി ഹൈപ്പർ മാർക്കറ്റും കൈകോർക്കുന്നു. സിവിൽ വ്യോമയാന നിയമം ഭേദഗതി ചെയ്തു. വിമാനത്തിനുള്ളിൽ നിയമലംഘനം വെച്ചുപൊറുപ്പിക്കില്ലെന്ന് വ്യോമയാന മന്ത്രാലയം. പുകവലിച്ചാൽ പിഴ 30,000 റിയാൽ. റിയൽ എസ്റ്റേറ്റ് മേഖല ഖത്തറിൽ കരുത്താർജിക്കുന്നതായി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ. വേരുറപ്പിക്കാൻ വിദേശ കമ്പനികളും രംഗത്ത്. ഖത്തറിൽ ജോലിക്കെത്തിയ മലയാളികൾ സൗദി മരുഭൂമിയിൽ നരകിക്കുന്നു. 6 മാസമായി ശമ്പളവും ഭക്ഷണവുമില്ല. എംബസി അടിയന്തരമായി ഇടപെടണമെന്ന് സുഹൃത്തുക്കൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നന്ദി, നമസ്കാരം.